റോണി കെ ബേബി, അതിന് ആണ് മറുപടി ഇന്ന് വേണ്ടത്. ഇന്ന് എല്ലാ ചോദ്യങ്ങളും ഈ അർത്ഥത്തിൽ തന്നെ കോൺഗ്രസിന് നേരെയാണ് വരുന്നത് എന്നത് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? ഒരു പുനർവിചിന്തനമുണ്ടോ? പശ്ചാത്താപത്തിന് ഇനി സമയമുണ്ടോ? നിങ്ങൾ ചെയ്തത് ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന ബോധം വരുന്നുണ്ടോ? ഏതൊക്കെയാലും ഇന്ത്യയിലെ ആം ആദ്മി പാർട്ടിയോ മറ്റു ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഉന്നയിക്കാത്ത രീതിയിലുള്ള വിമർശനം CPM ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള ആത്മാഭിമാനമുണ്ട്. അത് CPM-നാണ്, കോൺഗ്രസിനായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിലും. ഡൽഹിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കുകയാണ്, കോൺഗ്രസുമായി ഞങ്ങൾ ഒരു സഖ്യത്തിനുമില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാടുകൾ, അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസുമായി സഖ്യത്തിന് ഇല്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം വളരെ വ്യക്തമായി പറയാം. കാരണം അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിച്ചത് മുഴുവൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിച്ചത് മുഴുവൻ ഒരു RSSന്റെ BJP-യുടെ B ടീമായിട്ടാണ്. ഞാനിവിടെ ചോദിക്കാൻ ഞാൻ വളരെ കൃത്യമായി പറയാം. ഡൽഹി കലാപം നടന്നപ്പോൾ എവിടെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ? അന്ന് CPM ഇതേ ആർജവത്വത്തോടു കൂടി ഈ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചോ? ഷഹീൻ ബാഗില് ഇത്രയും വലിയ സമരവും നടന്നത് ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ദിവസങ്ങളോളം നീണ്ടു നിന്ന വലിയ സമരമായിരുന്നു ഷഹീൻ ബാഗിൽ നടന്നത്. ഇന്ത്യയിലെ മുഴുവൻ ലിബറൽ സമൂഹവും ആ സമരത്തിന് പിന്തുണയുമായി എത്തി. ഏതാനും മുസ്ലിം സംഘടനകൾ മാത്രമായിരുന്നില്ല ആ സമരത്തില്. ഇവിടെ ഈ ദളിത് വിമോചനത്തിന് നേതാവായ ചന്ദ്രശേഖർ ആസാദ് എത്തി, പ്രശാന്ത് ഭൂഷൺ എത്തി, ഇന്ത്യയിലെ മുഴുവൻ പൗര അവകാശ സംഘടനകളും ആ സമരത്തിലെത്തി. അവിടെ സംഘപരിവാറിന്റെ ഗുണ്ടകൾ വന്ന് അക്രമം നടത്തി, അതിക്രമം നടത്തി ആ സമരത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവിലൂടെ വലിച്ചഴിച്ചപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു മന്ത്രിയോട് പോലും അവിടെ പോയി സന്ദർശനം നടത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോൾ അവിടേക്ക് തീർത്ഥയാത്ര നടത്തിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അവിടെ BJP പോലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയുടെ കറൻസി നോട്ടുകളിൽ സരസ്വതി ദേവിയുടെ ചിത്രം വയ്ക്കണമെന്ന് പറഞ്ഞയാളാണ് അരവിന്ദ് കെജ്രിവാൾ. അവിടെ ഡൽഹിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും മാറി മാറി നടന്ന് ഹനുമാൻ ചാലീസ ചൊല്ലിയ നേതാവാണ് പിന്നെ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം അവിടെ വളരെ കൃത്യമായി ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടണമെന്ന് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചു, അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അവിടെ ഇറങ്ങി പറഞ്ഞു. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയുള്ള അരവിന്ദ് കെജ്രിവാൾ ജയിക്കാൻ പാടില്ലല്ലോ. ആം ആദ്മി പാർട്ടി നിങ്ങൾ പ്രതീക്ഷിച്ചിടത്തേക്ക് തന്നെ എത്തി. അങ്ങനെ പറയുന്നത് എന്നെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്ക്. അതുകൊണ്ട് വളരെ ബോധപൂർവ്വം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം പുറത്ത്, ഞങ്ങൾ ഇതെല്ലാം ക്ഷമിച്ച് അരവിന്ദ് കെജ്രിവാളിന് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. 2013 ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിനെ ചീത്ത പറഞ്ഞ്, നിങ്ങളുടെ ഷീലാ ദീക്ഷിതരെ ചീത്ത പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ അവിടെ വന്നപ്പോൾ ഭൂരിപക്ഷം ഇല്ലാഞ്ഞപ്പോഴും ഞങ്ങളുടെ MLA-മാരാണ് കോൺഗ്രസ് ആണ് പിന്തുണച്ചത്. ഞങ്ങളുടെ ആത്മാഭിമാനം പോലും പണയം വെച്ച് BJP അധികാരത്തിൽ വരരുത് എന്ന ഒറ്റ നിർബന്ധത്തിലാണ് 2013 ആദ്യം ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യമായിരുന്നു കോൺഗ്രസ് വഹിക്കാൻ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പില് ഡൽഹിയിൽ മത്സരിച്ച മുസ്ലിം സ്ഥാനാർത്ഥികൾ, ആം ആദ്മി പാർട്ടിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ, അവർക്ക് വേണ്ടി ഒരു ഘട്ടത്തിലും ഒരു നിയോജകമണ്ഡലത്തിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോകാത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യമായിരുന്നു കോൺഗ്രസുമായി സഖ്യം കൂട്ടുന്നത്. പക്ഷേ കോൺഗ്രസിന് ഒരിക്കലും ആം ആദ്മി പാർട്ടിയുമായി യോജിക്കാനാകില്ലല്ലോ. അങ്ങനെ യോജിക്കാൻ പറ്റിയാലും അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ലല്ലോ. അത് ഷീലാ ദീക്ഷിതിനെ ഇറക്കിവിട്ട അരവിന്ദ് കെജ്രിവാൾ, ആ രീതിയിൽ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി കൊണ്ടുവന്ന അരവിന്ദ് കെജ്രിവാൾ, ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ അത്രമാത്രം മനസ്സിൽ വൈരാഗ്യം തോന്നുന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയാൻ മാത്രം ഉണ്ട് കാര്യങ്ങൾ. സന്ദീപ് ദീക്ഷിത് അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധിയെ കൂട്ടി ഏത് വിധേനയും കോൺഗ്രസ് വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തേക്ക് പോകരുത് എന്ന് നിശ്ചയിച്ചു അല്ലേ? ഇവിടെ ഈ പരാജയത്തിന്റെ ഉത്തരവാദി അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഇവിടെ ഈ പറയുന്നത് ഈ പിന്നെ അരവിന്ദ് കെജ്രിവാൾ എത്ര വോട്ടാണ് തോറ്റത്? അതിനേക്കാൾ വോട്ട് കോൺഗ്രസ് പിടിച്ചില്ലേ? മനീഷ് സിസോദിയ 300 വോട്ടിന് തോറ്റപ്പോൾ ആ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസ് ആയാലും വോട്ട് പിടിച്ചില്ലേ? വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ, കോൺഗ്രസുമായി ഒരു സഖ്യവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം ഇതാകത്തില്ലായിരുന്നു. അതെ, അതാണ് ചോദ്യം. അതിന് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നതാണ് ഇവിടെ ചോദ്യം. അല്ല, ഞങ്ങളുമായിട്ട് സഖ്യം വേണ്ട എന്ന് പറയുന്ന ആളോട് ഞങ്ങളുടെ ഇലക്ഷൻ മത്സരിക്കാൻ മാറി നിന്ന് നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യണമോ? CPM മാറി നിൽക്കുമോ? ഇങ്ങനെ സഖ്യം വേണ്ട
ചില ഒരു പാർട്ടിയും ചില നിലപാടെടുത്താൽ ചില ഏറ്റവും തന്ത്രങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ചില ത്യാഗവും തന്ത്രങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ BJP ഈ പറഞ്ഞ 27 വർഷത്തിനിപ്പുറം വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുമെന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധി കോൺഗ്രസിനുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ശക്തമായ രീതിയിൽ ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും ഇപ്പോൾ പറഞ്ഞ ഭാഷയിൽ എതിർക്കുന്നതിന് പകരം മറ്റു നിലപാടുകൾ എടുക്കേണ്ടതുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? പറയാം, ഞങ്ങൾ സ്വീകരിച്ച സ്ട്രാറ്റജി വളരെ കൃത്യമായി പറയാം. ഇത് പിന്നെ ഇവിടെ നുണ പറയല്ല, കള്ളത്തരം പറയല്ല. 70 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചെങ്കിലും ഞങ്ങൾ ഫോക്കസ് ചെയ്തത് 20 മണ്ഡലങ്ങളിലാണ്. കൃത്യമായി കാരണം പറയാം. കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ശക്തമായ ജനവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജനവിരുദ്ധ വികാരം പൂർണ്ണമായും BJPയിലേക്ക് ഫോക്കസ് ചെയ്യരുത്. കൃത്യമായി തന്നെ ഈ പറയുന്ന ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യണം. കൃത്യമായ സ്ട്രാറ്റജിയിൽ ഇതിന്റെ ഗുണം. അതായത് ആ 20 മണ്ഡലങ്ങളിലാണോ ഇപ്പോ ആം ആദ്മി പാർട്ടി ജയിച്ചത്? ആ 20 മണ്ഡലങ്ങളിലാണോ ആം ആദ്മി പാർട്ടി ജയിച്ചത്? ചോദ്യം കേട്ടില്ല, ഒന്നും പറയാം. ആ 20 മണ്ഡലങ്ങളിലാണോ ഇപ്പോ ആം ആദ്മി പാർട്ടി ജയിച്ചത്? ഞാൻ വളരെ കൃത്യമായി പറയാം. ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഇവിടെ ഈ ഡൽഹിയെ 70 മണ്ഡലങ്ങളുടെ ചിത്രം നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൾഡ് ഡൽഹി ഉണ്ട്, ന്യൂ ഡൽഹി ഉണ്ട്. ആ ന്യൂ ഡൽഹിയിലുള്ള മണ്ഡലങ്ങൾ മുഴുവൻ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, പരമ്പരാഗതമായി BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ നമ്മൾ ഓൾഡ് ഡൽഹിയിലേക്ക്, കിഴക്കൻ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്കക്കാരും ന്യൂഡൽഹി മണ്ഡലത്തിൽ വരൂ റോണി കെ ബേബി, ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഇതായിരുന്നോ? അല്ലെ, ഞാൻ പറഞ്ഞ ന്യൂഡൽഹി മണ്ഡലത്തില് ഞങ്ങൾക്ക് ഈ പറഞ്ഞ വലിയ വോട്ടൊന്നും കിട്ടിയില്ലല്ലോ. ഈ കിഴക്കൻ ഡൽഹിയിലുള്ള മണ്ഡലങ്ങൾ വെച്ച് അവിടെ 10,000, 15,000, 18,000 ഒക്കെ വോട്ട് കിഴക്കൻ ഡൽഹിയിലെ മണ്ഡലത്തിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ സന്ദീപ് ദേശത്തിന് 6,000 വോട്ടേ കിട്ടുള്ളൂ. മതി. എത്ര വോട്ടിനാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ പരാജയപ്പെട്ടത്? കാരണം അരവിന്ദ് കെജ്രിവാൾ 5,000 വോട്ടിനെടുത്ത് തോറ്റു. ഞാൻ പറഞ്ഞൊരു സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ അവിടെ പരാജയപ്പെട്ടില്ലായിരുന്നു. അതെ, അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയം നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സന്ദീപ് ദീക്ഷിതിനെ അവിടെ നിർത്തി? കാരണം ഞങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ, കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ, അത്രയും ഹൈ പ്രൊഫൈൽ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു മത്സരരംഗത്ത് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി മെസ്സേജ് കൊടുക്കണം. കാരണം അങ്ങനെ അതെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഘട്ടകാലത്തും ഈ പറയുന്ന വല്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴും ഈ പറയുന്ന ഇമേജ്, കോൺഗ്രസിന്റെ ഒരു ഐഡന്റിറ്റി, അതായത് നിങ്ങളുടെ ഒരു വ്യക്തിപ്രഭാവം പൊലിപ്പിക്കൽ, ഇതൊക്കെ തന്നെയാണ് വലുതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ട് കിട്ടിയതോ 0 വോട്ടുകൾ, സംപൂജ്യരായി മൂന്നാമതും നിൽക്കുന്നു.